അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹിൽ ഫായിസീന ബിറിദല്ലാഹ് യാ ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ്. വഅൻ നബി ദർറിൻ റളിയല്ലാഹു അൻഹു അനിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീമാ യർവീഹി അൻ റബ്ബിഹി അസ്സ വജല്ല യാ ഇബാദി ഇന്നമാ അഅമാലുക്കും അസ്വാഹാലക്കും സുമ്മ ഔഫിയക്കും ഇയാഹ റവാഹു മുസ്ലിം. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ, ആമീൻ. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ 40 ഹദീസുകളിലെ 24-ാമത്തെ ഹദീസിൻ്റെ ഏകദേശം അവസാന ഭാഗത്ത് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സഹീഹ് മുസ്ലിമിൽ നിന്ന് 2577-ാമത്തെ ഹദീസ് നമ്പറിൽ രേഖപ്പെടുത്തിയ ചില ഭാഗങ്ങളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. മനുഷ്യന് ഐഹികമായ ലോകത്ത് എത്ര ഹ്രസ്വമായ കാലമായിരുന്നാലും സുദീർഘമായ കാലമായിരുന്നാലും ജീവിക്കുന്ന കാലം അത്രയും അയാളുടെ അനക്കവും ഇളക്കവും മാനസികവും വാചികവും കർമ്മവുമായ കാര്യങ്ങളൊക്കെയും വളരെ കൃത്യമായി രേഖപ്പെടുത്തുവാൻ, അത് നിരീക്ഷിക്കുവാൻ, അത് വളരെ സംശുദ്ധമായ രൂപത്തിലോ അവിശുദ്ധമായ രൂപത്തിലോ ഒക്കെ ആണെങ്കിൽ പോലും ഒരു ഗ്രന്ഥത്തിലാക്കി സൂക്ഷിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കപ്പെട്ട മലക്കുകൾ അത് നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ സഹീഫത്തുൽ അമാൽ, കർമ്മരേഖ, ഒരു 10-50 വർഷം മുൻപുള്ള ആധാരം എടുത്ത് നോക്കിയാൽ ദുരുമ്പി പോയിട്ടുണ്ടാവും, പല ഭാഗം നശിച്ചു പോയിട്ടുണ്ടാവും, ചില ഭാഗത്തൊക്കെ മഷി തീർന്നിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇപ്പോൾ ഡിജിറ്റൽ മേഖലയിലേക്ക് വന്നത്. ഇനി ഡിജിറ്റലിന് വെല്ലുന്ന മറ്റൊരു ആധുനിക സംവിധാനം കടന്നു വരും. അപ്പോൾ ഇതും ഒന്നുമല്ലാതെ ആയിത്തീരും. എന്നാൽ ഇങ്ങനെ കാലഹരണപ്പെട്ട് കാലചക്രത്തിൻ്റെ ഒഴുക്കിൽപ്പെട്ട് മഷി കലങ്ങി പേജ് ദ്രവിച്ച് പേപ്പർ കാണാതെയായി ഫയല് മുക്കി എഴുതുന്നവനെ പൊക്കി ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇങ്ങനത്തെ ഒരു സംവിധാനവും നടക്കാത്ത അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മുഴുവൻ വളരെ കൃത്യമായി നമ്മുടെ മുമ്പിൽ വെച്ച് തരും. ഒരു വള്ളി, ഒരു പുള്ളി, ഒരു വരി, പേര ഒന്നും തെറ്റാതെ നമ്മുടെ കയ്യിലെടുത്ത് തരും. ഇതാണ് നമ്മുടെ മുമ്പിലിരിക്കുന്ന ഖുർആൻ നമ്മളോട് ഇങ്ങനെ വിളിച്ചു പറയുന്നത്. ഓരോ 7 ദിവസം, ആഴ്ചയിലെ ചാക്രികമായ 7 ദിവസം ഇങ്ങനെ കഴിയുമ്പോൾ ആ ശബ്ദം നമ്മളിങ്ങനെ നമ്മുടെ തൊള്ളയിലെ നാവ് കൊണ്ട് നമ്മൾ പറയുന്നത്, നമ്മുടെ ബുദ്ധി കൊണ്ട്, നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നത്, നമ്മളൊന്ന് നമ്മുടെ കാതുകൊണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ആയത്ത് ഇങ്ങനെ ഓർമ്മ വരും. പരിശുദ്ധ ഖുർആനിലെ 18-ാമത്തെ സൂറത്ത് അൽ കഹ്ഫ് 49-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറയാം, വവുളി അൽ കിതാബു, കിതാബ് ഇങ്ങനെ വെക്കും, ഫതറൽ മുജ്രിമീന മുഷ്ഫിഖീന മിമ്മാ ഫീഹി, അതിലുള്ള ഓരോ പേജുകളും ഓരോ ലെസനും വെർഷനും വോളിയം 1, 2 ഇങ്ങനെ തട്ടിയിട്ടുണ്ടാവും. ഓരോ കൊല്ലത്തെയും കണക്ക് 10, 300, 500 പേജ് വരുന്നൊരു ഡയറിയാണ് ഒരു മനുഷ്യൻ ഒരു കൊല്ലം എഴുതി തീർക്കുന്നത്. വേറൊന്നും വേണ്ട, 35 കൊല്ലം ജീവിച്ചുവെങ്കിൽ അയാൾ 35 കൊല്ലത്തെ ഡയറിയുമായിട്ടൊന്ന് നടക്കട്ടെ, കഴിയില്ല അയാൾക്ക്. എന്നാൽ അതിൽ കൂടുതൽ ആയുഷ്കാലം ജീവിച്ച മനുഷ്യൻ്റെ മുമ്പിൽ ഇത് മുഴുവൻ അട്ടിയിടും അല്ലാഹു. എന്നിട്ട് പറയുക, 18-ാമത്തെ വയസ്സിൽ ഇത്രാമത്തെ വർഷം, ഇത്രാമത്തെ മാസം, ഇത്രാമത്തെ തീയതി, ഇന്ന മണിക്കൂറിൽ നീ ചെയ്തതാ. ആരാ പറയുന്നത്? അവനവൻ്റെ കിതാബുകൾ. അത് കാണുമ്പോൾ ഈ ദുനിയാവിൽ പടച്ചോനില്ല, മതമൊക്കെ കാലഹരണപ്പെട്ടതാണ്, അതിലെ നിയമങ്ങളൊക്കെ പഴഞ്ചനാണ്, എനിക്ക് തോന്നിയതുപോലെ ഞാൻ ജീവിക്കും. ആരാ ചോദിക്കാൻ? ചങ്കൂറ്റത്തോടുകൂടി നെഞ്ചു വിരിച്ച് 2 കാലിൻ്റെ മുകളിൽ മനുഷ്യരൂപം പൂണ്ട മനുഷ്യരൊക്കെ വിളിച്ചു പറയാറുണ്ട്. പക്ഷെ നാളെ റബ്ബിന്റെ മുമ്പിൽ എത്തുമ്പോൾ പറയാ, മുഷ്ഫിഖീന മിമ്മാ ഫീഹി വയഖൂലൂന, അവർ പറയും, യാ വൈലതന മാലി ഹാദൽ കിതാബ്, എൻ്റെ നാശം, ഇതെന്തൊരു ഗ്രന്ഥമാണ്, ഇതെന്തൊരു കിതാബാണ്, ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ, ഒന്നുപോലും ചെറുതാകട്ടെ വലുതാകട്ടെ അല്ലാഹു ഒഴിവാക്കപ്പെടാതെ രേഖപ്പെടുത്തപ്പെടാത്ത ഒന്നും ഇതിലില്ല. തമാശയായിരുന്നാലും കാര്യമായിരുന്നാലും ഒക്കെ വവജദൂ മാ അമിലു ഹാളിറൻ, അവർ പ്രവർത്തിച്ചത് അവരിങ്ങനെ നേർക്കുനേരെ കാണുകയാണ്. ഒരു വീഡിയോ, ഒരു ക്യാമറ വെച്ചതിൻ്റെ മുമ്പിൽ കൂടി മനുഷ്യൻ നടക്കുകയാണെങ്കിൽ അയാളുടെ കുപ്പായവും തുണിയും മുടിയും ഒക്കെ നേരാക്കും.
പടച്ചോൻ്റെ ക്യാമറ കണ്ണുകളിൽ കൂടിയാണ് മനുഷ്യൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മുഴുവൻ ഒപ്പിയെടുക്കുകയാണ്, പിക്ചറൈസ്ഡ് ചെയ്യപ്പെടുക. അത് നാളെ റബ്ബിങ്ങനെ റീടേക്കുകളില്ലാത്ത ലൈഫിൻ്റെ ഫുൾ വെർഷനും നാളെ അവിടെ കണ്ടവും തുണ്ടവും ഒന്നുമല്ലാതെ പൂർണ്ണമായ രൂപത്തിൽ റിലീസ് ചെയ്യും. വലാ യദ്ലിമു റബ്ബുക അഹദ, ഒരാളോട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒട്ടും അനീതി പ്രവർത്തിക്കുകയും ഇല്ല. നമുക്കൊക്കെ സുപരിചിതമാണല്ലോ, ചങ്കടിക്കുന്ന മനസ്സ് പ്രയാസപ്പെടുന്ന ഒരായത്താണ് പരിശുദ്ധ ഖുർആനിലെ 3-ാമത്തെ സൂറത്ത് ആൽ ഇംറാനിലെ 185-ാമത്തെ ആയത്ത്. അല്ലാഹ് പറയാ കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. ഉമ്മ മരിച്ചപ്പോൾ വാപ്പ മരിച്ചപ്പോൾ നമുക്ക് സങ്കടം ഉണ്ടായിരുന്നു. ഇതേ സങ്കടം നമ്മൾ നമ്മുടെ മക്കൾക്ക് അനന്തരമായി കൊടുത്തു. നമ്മൾ ഈ ദുനിയാവിൽ തിരിച്ചു പോകും, അവർ അവരുടെ മക്കൾക്ക്, അങ്ങനെ തലമുറകളായി കൈമാറി ഈ ഭൂലോകത്ത് ആദ്യം വന്നവർ മുതൽ അവസാനം വന്ന ആളുകളെ മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രക്രിയയിലൂടെ ഇവിടുന്ന് അവസാനിപ്പിക്കും. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വ ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ. നിങ്ങളുടെ കർമ്മങ്ങളുടെ മുഴുവൻ പൂർണ്ണമായ രൂപം നൽകുന്നത് ഖിയാമത്ത് നാളിലാണ്. ഫമൻ സുഹ്സിഹ അനിൻ നാരി വ ഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുവോ അവനേ വിജയമുള്ളൂ. ഈ ദുനിയാവ് വഞ്ചനയുടെ ചരക്കാണ്. ആ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ അടിമകളെ വിളിച്ചുകൊണ്ട് പറയുന്ന ഭാഗമാണ് ഈ ഹദീസിലുള്ള യാ ഇബാദി, എൻ്റെ അടിമകളെ, ഇന്നമാ അഅ്മാലുകും അഹ്സാഹാ ലക്കും സുമ്മ ഉവഫിയക്കും. ഇതാ നിങ്ങളുടെ കർമ്മങ്ങൾ മുഴുവൻ ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അത് മുഴുവൻ ഇതാ തിട്ടപ്പെടുത്തിയത് നിങ്ങൾക്ക് പ്രദർശിപ്പിക്കുന്നു. ഇയ്യാഹാ, എങ്ങനെ? കർമ്മങ്ങൾ മുഴുവനും പൂർണ്ണമായ തോതിൽ നിങ്ങൾക്ക് നൽകാൻ വേണ്ടി. അതുകൊണ്ട് നിങ്ങൾ എന്നെ ഭയപ്പെടണം. രഹസ്യമായ ജീവിതത്തിൽ പരസ്യമായ ജീവിതത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അവനെ ഭയപ്പെടുന്ന, സൂക്ഷിക്കുന്ന, ഭക്തി കാണിക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അല്ലാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ പ്രായാധിക്യവും രോഗവുമുള്ള ആളുകൾ ഷാഫിയായ റബ്ബ് അവർക്കൊക്കെയും ആജിലും കാമിലുമായ ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ. അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും താഖത്തും ആഫിയത്തും അവർക്കും നമുക്കും അല്ലാഹു മരണം വരെയും നിലനിർത്തി തന്ന് അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ളവരായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ ആ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയത്ത് അഫ്ളലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായ ഈമാനോടുകൂടി പറഞ്ഞുകൊണ്ട് കണ്ടടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിന്റെ, റിസ്ഖിന്റെ, മഈശത്തിന്റെ മേഖലകളിൽ അല്ലാഹു ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. നമ്മോട് ദുആയ്ക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു എളുപ്പമാക്കുകയും ചെയ്യട്ടെ. നാളെ പാരത്രികമായ ലോകത്ത് അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ് സാലിഹുകളും സുദ്ദീഖുകളും ശുഹദാക്കളും ഉള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.